ഗൈസ് അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഫണ്ട് നെക്സ്റ്റ് ഇത് ഇന്നിപ്പോൾ പാസ്സായി 5/9/2024. അവരുടെ 5 ഡേയ്സ് ഒരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ പാസ്സായതായിരുന്നു. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് 2693 വന്നിട്ടുണ്ട്. ലോസ് 0 ഡൗൺ, ലോട്ട് 4 ലോട്ട്. XIUSD യൂറോ AUD ആണ്. യൂറോ AUD ഞാൻ ചെയ്തത് ജസ്റ്റ് ഒരു പോയിന്റ് മിനിലോട്ട് ഇട്ടിട്ട് ട്രേഡിംഗ് ക്രൈറ്റീരിയ മിനിമം ട്രേഡിംഗ് ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രേഡിംഗ് ഡേയ്സ് 5 മന്ത്ലി ലോസ് 456 താഴത്തേക്കാണ് വന്നത്. പ്രോഫിറ്റ് ടാർജറ്റ് 2025 ആയി. ഡെയിലി ലോസ് ലിമിറ്റ് വാല്യൂഷൻ ഫേസ് 1 ആണ് പാസ്സായേക്കുന്നത്. നമുക്കിനിപ്പോൾ അടുത്ത ഒരു സെക്ഷൻ കൂടി ഉണ്ട്. സ്റ്റെല്ലർ അക്കൗണ്ടാണ് എടുത്തത്. സ്റ്റെല്ലർ അക്കൗണ്ട് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെമോ ചെയ്യുന്ന സമയത്ത് കൂടി നമുക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് സ്റ്റെല്ലർ അക്കൗണ്ടിൻ്റെ പ്രത്യേകത. സ്റ്റെല്ലർ അക്കൗണ്ടും ഉണ്ട് ഫണ്ട് നെക്സ്റ്റിന്. സ്റ്റെല്ലർ ലൈറ്റും ഉണ്ട്. സ്റ്റെല്ലർ ലൈറ്റാണ് മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറഞ്ഞത്. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് സ്റ്റെല്ലർ അക്കൗണ്ട് തന്നെയാണ്. കാരണം നമുക്ക് 15% ഡെമോ സമയത്ത് പ്രോഫിറ്റ് കൂടി കിട്ടുകയാണ്. ഏകദേശം 100K അക്കൗണ്ടൊക്കെ ആകുമ്പോൾ ഒരു 1950 USD നല്ലൊരു എമൗണ്ട് തന്നെയുള്ളൂ. 2000 USD എന്ന് പറയുമ്പോൾ തന്നെ 1,60,60,000 അടുത്തായി. നമുക്ക് അത്ര ഇത് നമ്മളൊരു 1% ടാർജറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി നമുക്ക് ഫണ്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അലോ ചെയ്ത് തരും. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രേഡിംഗ് കൂടി നല്ല രീതിയിൽ കിട്ടിയതുകൊണ്ടാണ് പ്രോഫിറ്റ് ആയത്. 2 ഡേയ്സിനുള്ളിൽ തന്നെ പ്രോഫിറ്റ് ആയത്. പിന്നെ ഒരു മിനിമം ഡേയ്സും കൂടി ഉള്ളതുകൊണ്ടാണ് ഡിലേ ആയത്. ഓക്കെ.